നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഫോൺ വിളിയിൽ പരിശോധന. മുൻ ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ രാജിക്കിടയാക്കിയ ഫോൺ സംഭാഷണത്തിൽ ഏത് അന്വേഷണം വേണമെന്നതിൽ തീരുമാനം ഇന്ന്. വിഷയത്തിൽ ഇതുവരെ ആരും പരാതി നൽകാത്ത സാഹചര്യത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് സൂചന. പരിശോധന. മന്ത്രി സ്ത്രീയുമായി സംസാരിച്ചത് ഏത് സാഹചര്യത്തിൽ? സ്ത്രീ മന്ത്രിയെ സമീപിച്ചത് എന്തിന്? സർക്കാരിന്റെ ഏതെങ്കിലും സഹായം അനധികൃതമായി പറ്റിയിട്ടുണ്ടോ? സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിൽ പരാതിക്കാരില്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണ തീരുമാനം നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം. ലൈംഗികാരോപണത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് AK ശശീന്ദ്രൻ. വാർത്തയിൽ അസ്വാഭാവികതയുണ്ട്. ഏത് അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും നിരപരാധിത്വം ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുമെന്നും ശശീന്ദ്രൻ. പകരം മന്ത്രി പിന്നീട്. AK ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിൽ NCPക്ക് പകരം മന്ത്രി ഉടൻ ഉണ്ടാക്കില്ലെന്ന് സൂചന നൽകി CPM സംസ്ഥാന നേതൃത്വം. മന്ത്രിസഭ തൽക്കാലം അഴിച്ചുപണിയേണ്ടതില്ലെന്ന് പൊതുവികാരം. കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തെ തിരികെ എത്തിക്കണമെന്നും അഭിപ്രായം. മന്ത്രിസഭയിലേക്ക് ശശീന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടത് NCPക്ക് നൽകിയ മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം പങ്കിട്ടെടുക്കാമെന്ന ധാരണയിൽ. പാർട്ടി MLA ആയ തോമസ് ചാണ്ടിക്കെതിരെ പരോക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് തൽക്കാലം മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്തേക്കും. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ വിവാദത്തിനിടം കൊടുക്കാതെ മന്ത്രി സ്വയം രാജിവെച്ചതിൽ ആശ്വസിച്ച് ഇടതു നേതൃത്വം. അതേസമയം മന്ത്രിസ്ഥാനത്തിൽ തോമസ് ചാണ്ടി അവകാശവാദം ഉന്നയിച്ചാൽ NCPയിൽ ഭിന്നത രൂക്ഷമാകും. ചൂടേറുന്ന മൂന്നാർ കയ്യേറ്റത്തിൽ CPMന് പരോക്ഷ വിമർശനവുമായി CPI മുഖപത്രം. ഭൂമാഫിയയ്ക്കും റിസോർട്ട് ലോബിക്കും ചിലർ ചൂട്ടുവെട്ടം തെളിയിക്കുന്നുവെന്ന ആക്ഷേപം. റവന്യൂ മന്ത്രിയെ വിമർശിച്ച നേതാവിന് ബുദ്ധിഭ്രമമെന്നും മാഫിയയുടെ സ്വരമെന്നും ജനയുഗം. കയ്യേറ്റ വിഷയത്തിൽ CPM CPI പോര് കനത്തത് ദേവികുളം സബ് കളക്ടറെ സംരക്ഷിക്കുന്ന മന്ത്രി ബുദ്ധിശൂന്യനെന്ന S രാജേന്ദ്ര MLAയുടെ പ്രസ്താവനയെ തുടർന്ന്. ആർക്കാണ് ബുദ്ധിശൂന്യത എന്ന് വിവേകമുള്ള കേരളീയർ മനസ്സിലാക്കുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. സബ് കളക്ടറെ മാറ്റാൻ ആലോചിച്ചിട്ടില്ലെന്നും വിശദീകരണം. അതിനിടെ വിവാദ ഭൂമിയിൽ പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം. കയ്യേറ്റങ്ങളുടെ നിജസ്ഥിതി നേരിട്ടറിഞ്ഞ് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് സൂചന. കയ്യേറ്റവും അനധികൃത നിർമ്മാണവും അടക്കം പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന നടപടികളെല്ലാം ഭീകരപ്രവർത്തനമായി കണക്കാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സ്ഥാനമാറ്റം സുപ്രീം കോടതിയിൽ. പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് മാറ്റിയതിനെതിരെ TP സെൻകുമാർ നൽകിയ ഹർജി ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. തനിക്കെതിരായ നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് സെൻകുമാർ. പൊതുജനങ്ങൾ തനിക്കെതിരാണെന്ന വാദം ഏതെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെന്നും വാദം. കേസിൽ സെൻകുമാറിന്റെ വാദങ്ങൾ ഖണ്ഡിക്കാൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരാകും. സെൻകുമാറിനെ മാറ്റിയത് പൊതുസമൂഹത്തിന് മുന്നിൽ കേരള പോലീസിന്റെ വിശ്വാസ്യത തകരാതിരിക്കാൻ എന്ന നിലപാടിൽ ഉറച്ച് സംസ്ഥാന സർക്കാർ. റഷ്യയിൽ പടയൊരുക്കം. റഷ്യയിൽ അഴിമതി ആരോപണം നേരിടുന്ന പ്രധാനമന്ത്രി ദിമിത്രി മെദ്വദേവ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത് 100ഓളം പേരെ. പല നഗരങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ. പ്രധാനമന്ത്രിക്കെതിരായ അഴിമതി ആരോപണം അധികാര ദുർവിനിയോഗം നടത്തി അനധികൃത സ്വത്തുക്കൾ സമ്പാദിച്ചെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ. മെദ്വദേവിനെതിരെ രാജ്യത്ത് അരങ്ങേറിയത് 2012 ശേഷം കണ്ട ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം. ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ പ്രധാനമന്ത്രി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.